ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു വെറൈറ്റി പോളയാണ് കേട്ടോ. നമുക്ക് പപ്സ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് പപ്സ്. അപ്പോൾ ആ ഒരു പപ്സിനെ നമ്മളൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്തെടുത്തിട്ട് പപ്സ് പോളയാണ് കേട്ടോ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോള റെസിപ്പിയാണ്, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അതുമാത്രമല്ല നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പപ്സ് ബോളൊക്കെ ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ഞാനൊരു 2-2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണേനേക്കാളും ഈ ഒരു പപ്സിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് ഓയിലാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഓയിൽ അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നീളത്ത് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്യുക, വലിയ പ്രശ്നമൊന്നുമില്ല. അടുത്തത് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏതാണ്ട് 1 ടേബിൾ സ്പൂണും പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. പേസ്റ്റായിട്ട് ചതച്ചിട്ടൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം, പക്ഷേ ഇതുപോലെ ഏറ്റവും പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്ന കുറച്ചുകൂടി നല്ലത്. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അടുത്തത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്ത പോലെ തന്നെ എല്ലാം കൂടി ഒന്നിച്ച് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. പിന്നെ ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഡയറക്റ്റ് ഇങ്ങനെ തന്നെ അടുപ്പ് തുറന്നിട്ടിട്ട് തന്നെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വരട്ടെ. ഇത് ഇത്രയും മതി. ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, നല്ലപോലെ സോഫ്റ്റൊക്കെ ആയി ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഓവർ ആ വെള്ളം വരുന്ന രീതിക്ക് അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അടുത്തത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ ആവശ്യത്തിന് നിങ്ങൾ എരിവും ഫ്ലേവറൊക്കെ നോക്കിയിട്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇതൊക്കെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്നും പച്ച സ്മെല്ലൊക്കെ മാറി നല്ല മൂത്ത് വരും. അതുപോലെ തന്നെ ചെറിയ രീതിക്ക് കളറൊക്കെ മാറി വരുന്നവരെ വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് മാത്രം മതിയാവും. അതുപോലെ തന്നെ ഈ ഒരു ഫില്ലിങ്ങിന് ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മുടെ സെയിം ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പഫ്സ് ഇല്ലേ, ആ ഒരു സെയിം ടേസ്റ്റിൽ കിട്ടുന്നൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നിങ്ങൾ ഒരിക്കലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ഇത്രയും മതി. ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നോർമലി പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഇതെന്തിനിങ്ങനെ വെള്ളം ചേർത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, കടയിൽ നിന്നൊക്കെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പഫ്സിൻ്റെ ഫില്ലിങ് നിങ്ങൾക്ക് അറിയാലോ, ഓവർ ഡ്രൈ ആയിട്ടുള്ള ഫില്ലിംഗ് അല്ല, ചെറിയൊരു നനവ് ഫീലിംഗ് ഉള്ള നല്ലൊരു ഫില്ലിംഗ് അല്ലേ ഉണ്ടാകുക. ആ ഒരു രീതിക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു 3-5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയും മതി. ഇനി നമുക്ക് പോള സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇത്രയും ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 പുഴുങ്ങിയ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ വലുപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ ഒരു രീതിക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു മുട്ടയുടെ ഒക്കെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാനിൻ്റെ വലുപ്പം പോലെ ഇരിക്കും കേട്ടോ. എനിക്കിപ്പോൾ 3 എണ്ണേ വേണ്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ 3 എണ്ണം വെക്കുന്നതേ ഉള്ളൂ. അടുത്തത് ഞാൻ ഈ ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി നിങ്ങൾ ഫ്ലേവർ ഇതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുട്ടയില്ലേ കുറേ ഒന്നിച്ച് ബീറ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ. 2 ഒക്കെ ആക്കിയിട്ട് നമുക്ക് എത്രയാണോ പാനിൽ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 എണ്ണേ ആദ്യം ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി ഈ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വേണ്ട, ഏതാണ്ട് ഒരു 1/4 കപ്പ് മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രെഡ് ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ പാനിൽ വെക്കുക. ആ ഒരു സമയത്ത് മുട്ട ഓവറായിട്ട് മുങ്ങി കിടക്കില്ല. അപ്പോൾ പാൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ ചെയ്യാം, മുട്ട മാത്രമായിട്ട് ഉപയോഗിക്കുക.
ഇനി ഞാൻ ഈ ഒരു പാനിലാണ് കേട്ടോ പപ്സ് പോള റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുപോലൊരു പാന് വേണമെന്നൊന്നുമില്ല, കുക്കറിലും ചെയ്തെടുക്കാം. അതുപോലെ തന്നെ എന്താ പറയുക, ഏത് പാത്രമായാലും നിങ്ങളുടെ കയ്യിലുള്ള ഏതാണോ അതിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ട് ഗീ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ പാനിൽ. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. സൈഡ് ഭാഗം കുറച്ച് കയറ്റിയിട്ടായിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സിൽ ബ്രെഡ് കോട്ട് ചെയ്തിട്ട് വേണം ഇതുപോലെ വെച്ച് കൊടുക്കാൻ. നമുക്ക് ഈ പാനിൻ്റെ അടിഭാഗം നന്നായിട്ട് കവർ ചെയ്തെടുക്കണം ആദ്യം തന്നെ. അത് ഇതുപോലെ മുഴുവനായിട്ടുള്ള ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് അങ്ങനെ ചെയ്യണോ അങ്ങനത്തെ ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കാൻ ഏല് നിങ്ങളുടെ ആ ഒരു ഏലിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ മുറിച്ചിട്ടും എല്ലാം ചെയ്തെടുക്കുക, എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. അടിയിൽ ഗ്യാപ്പ് വരാൻ പാടില്ല, നമുക്ക് ഫില്ലിങ് വെക്കേണ്ടതാണ് ഇതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനായിട്ട് അടിഭാഗം മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് അടിഭാഗം കണ്ടിട്ട് നല്ലപോലെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡൊക്കെ കയറ്റി വെച്ചിട്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുഴുവൻ ഫില്ലിങ്ങും ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയാം, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിങ് ഒക്കെ എൻ്റെ ഈ പാനിന് പറ്റിയ അളവിന് കറക്റ്റായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവനുസരിച്ചിട്ട് വേണം ഫില്ലിങ്ങും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഫില്ലിങ് മുഴുവനും വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പുഴുങ്ങിയ മുട്ട ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ സെയിം നോർമലി മുട്ട പപ്സ് എങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്, പക്ഷെ അതൊരു പോളയാക്കി മാറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് വെച്ച് കൊടുക്കുക. മുട്ട ഇത്രയ്ക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക കേട്ടോ, എത്രയാണോ താല്പര്യമുള്ള വെച്ച് കൊടുത്താൽ മതി. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാ സൈഡിലും മുട്ട കിട്ടും, അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതാ മുഴുവനും റെഡി ആയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ അടിഭാഗത്ത് ചെയ്ത പോലെ തന്നെ ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് കോട്ട് ചെയ്തിട്ട് ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് മുഴുവനായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും 2 മുട്ടയും കൂടി ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് പാലും ഒഴിച്ച് കൊടുത്തിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തിട്ടാലും മുഴുവൻ കവർ ചെയ്യണം, ഒട്ടും ഗ്യാപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല, അതേ ശ്രദ്ധിക്കാനുള്ളൂ. അത് നല്ല മൊഞ്ചിൽ വേണോ ഒരേ ഓർഡറിൽ വേണോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് എലി കിട്ടുന്നത് അതിനനുസരിച്ച് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇതാ ഇപ്പോൾ മുഴുവനും ഞാൻ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒട്ടും നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയ, ബ്രെഡ് സ്ലൈസ് നിങ്ങൾക്ക് ആ ഒരു ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ സൈഡിൻ്റെ അത് കട്ട് ചെയ്തിട്ട് വേണ്ടിക്ക് അങ്ങനെയും വെക്കുക കേട്ടോ. ഞാൻ ഇപ്പം കട്ട് ചെയ്യാതെ നോർമലി ഡയറക്റ്റ് വെക്കുക ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള മുട്ട ഇതുപോലെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സൈഡെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ കവറായി കിട്ടിക്കോളും. ഇപ്പം ഞാൻ ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പാനിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനൊരു പഴയ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പാന് ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഈ ഒരു പാന് നമ്മൾ പോള സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാന് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് എന്തായാലും ചുരുങ്ങിയതൊരു 20-25 മിനിറ്റ് വേണം ഇത് വേവാനായിട്ട്. 20 മിനിറ്റ് 1/4 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇടയ്ക്കൊന്ന് അടുപ്പ് തുറന്നിട്ട് നോക്കുക കേട്ടോ. സൈഡൊക്കെ ചെറുതായിട്ട് വിട്ട് വരും, പിന്നെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ആറി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ചുരുങ്ങിയത് 20-25 മിനിറ്റ്. അത് എല്ലാവരുടെയും ഫ്ലെയിം ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. ഇപ്പോൾ ഏതാണ്ട് 20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുപ്പ് തുറക്കുന്നത്. ഏതാണ്ട് 25 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ല, മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്, സൈഡും ഏതാണ്ട് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പാനിലേക്ക് അത് തട്ടി കൊടുക്കണം. അപ്പോൾ ഈ ഒരു പാനിൽ നന്നായിട്ട് ആദ്യം തന്നെ ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പാനിൽ ചെയ്ത പോലെ തന്നെ നല്ലപോലെ ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ പോളയുടെ പാത്രം ഒന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ സൈഡൊക്കെ ഒന്ന് ഇളകി വന്നിട്ടുണ്ടാവും, പെട്ടെന്ന് തന്നെ വിട്ടിട്ടു. എന്നിട്ട് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. കണ്ടില്ല, അടിക്കൊന്നും ഒട്ടും പിടിച്ചില്ല, നല്ല മൊഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ നിങ്ങൾക്ക് ഈ ഒരു ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ ബ്രെഡിൻ്റെ, ആ ഒരു സൈഡ് കളയണമെന്നുണ്ടെങ്കിൽ കളയാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ കളയാതെ ഡയറക്റ്റ് വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയില്ല, പ്രശ്നമൊന്നുമില്ല, ഒട്ടും അടിക്കും പിടിച്ചിട്ടില്ല. ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈഡും കൂടി ഈ തിരിച്ചിട്ട ഭാഗം കൂടി ഒന്ന് നന്നായിട്ട് സെറ്റ് ആയിക്കോളും. ചെറുതായിട്ടൊന്ന് കളറ് മാറി മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഒരു പാനൊക്കെ അടിയിൽ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ, അടിക്കൊന്നും പിടിക്കാതെ. ഫ്ലെയിമിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും പോള റെഡിയാക്കുമ്പോൾ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ ചെറിയ ഫ്ലെയിമിൽ മാത്രം വെക്കാൻ പാടുള്ളൂ.
അങ്ങനെ നമ്മുടെ പപ്സ് പോള റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ഞാൻ കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഒട്ടും കരിയാതെ നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്തായാലും നിങ്ങൾ ഇതുവരെ ആരും ഇങ്ങനെ ഒരു പോള ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യേണ്ട പോള തന്നെയാണ് കേട്ടോ. വെറുതെ പറയില്ല, അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഫില്ലിങ്ങിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയാം. നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പപ്സിൻ്റെ അതേ ടേസ്റ്റിലുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. കണ്ടില്ല, നമ്മുടെ മുട്ടയൊക്കെ നമ്മൾ നിറയെ വെച്ചത് കൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയില്ല, കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇൻസ്റ്റയിൽ ഫോട്ടോസൊക്കെ അയച്ചു തരിക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.